ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ശുഭകരമായ ഒരു വാർത്ത. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നു. ഇസ്രായേലും ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനകം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക് ഇറാൻ മിസൈൽ അയച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ എന്ത് സംഭവിക്കുമെന്ന വലിയ ആശങ്ക ശതകുടീഭവിച്ചിരുന്നു. ഇതിനിടയിലാണ് ചില മണിക്കൂറുകൾക്കകം അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും അതിനോട് അനുകൂലമായ പ്രതികരണങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വെടിനിർത്തൽ സന്നദ്ധത US ആണ് ആദ്യം അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേലിന്റെ സമ്മതം വാങ്ങിയ ശേഷം ഡൊണാൾഡ് ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് ട്രംപ് അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത 6 മണിക്കൂറിൽ അവരുടെ നിലവിലെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തൽ നിലവിൽ വരും. ആ സമയത്തിന് ശേഷം യുദ്ധം അവസാനിച്ചതായി നമുക്ക് കണക്കാക്കാം. ഔദ്യോഗികമായി ഇറാൻ യുദ്ധവിരാമം ആരംഭിക്കും. 12 മണിക്കൂറിന് ശേഷം ഇസ്രായേലും യുദ്ധത്തിൽ നിന്ന് പിന്മാറും. 24 മണിക്കൂറിന് ശേഷം 12 ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനമാകും. വെടിനിർത്തൽ വേളയിൽ ഇരുപക്ഷവും സമാധാനപരമായി നിലകൊള്ളും. എല്ലാം ശരിയായി പ്രവർത്തിച്ചാൽ 12 ദിവസത്തെ യുദ്ധമെന്ന് വിളിക്കാവുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ആവശ്യമായ ക്ഷമയും ധൈര്യവും ബുദ്ധിയും കാണിച്ചതിന് ഇറാനെയും ഇസ്രായേലിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതും മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ നശിപ്പിക്കാവുന്നതുമായ ഒരു യുദ്ധമായിരുന്നു ഇത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല, ഒരിക്കലും സംഭവിക്കുകയുമില്ല. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ, ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ, ദൈവം മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കട്ടെ, ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ, ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ. ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇപ്രകാരം കുറിച്ചു. ഖത്തർ ഉൾപ്പെടെയുള്ള മേഖലയിലെ US-ന്റെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിന് ശേഷം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഖത്തർ ഈ വിഷയത്തിൽ ഇടപെട്ടതും സമാധാന സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയതുമെന്നറിയുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വൻതോതിലുള്ള ഇടിവുണ്ടായി. ബാരലിന് 4% കുറഞ്ഞ് $68 അതായത് ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിച്ച 12 ദിവസം മുമ്പ്, അതായത് ജൂൺ 12-നുണ്ടായിരുന്ന വിലയേക്കാൾ ഇപ്പോൾ എണ്ണ വിലയിൽ കുറവുണ്ടായിരിക്കുന്നത് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നതിനെ തുടർന്നാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും മേഖലയിൽ സമാധാനമുണ്ടാകട്ടെ. ആ മേഖലയിലെല്ലാം ധാരാളം മലയാളികളുണ്ട്. പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തിന് ഏറ്റവും ശുഭകരമായ ഒരു ദിവസമായി ഇത് മാറിയിരിക്കുന്നു. ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ.